ജയ സച്ചിദാനന്ദ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടിയിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ ഭക്തിപൂർവം ശിരസ് നമിച്ച് നമസ്കരിക്കുന്നു. നമസ്കാരം, നമസ്കാരം. മൃത്യുവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഇന്ന് വേറെയും ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ആത്മഹത്യയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാലത്ത് ആത്മഹത്യ വളരെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് ചിലർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കിതുപോലെയുള്ള പലരെയും അറിയാം. TV ചാനൽ മുഖേന ഞാൻ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശങ്ങളെല്ലാം തന്നെ ലോകമെങ്ങും ധാരാളം ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ അവരെന്നോട് സംസാരിക്കുകയും അതിനുശേഷം അവരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല, ധാരാളം ജനങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന അവസാന നിമിഷത്തിൽ പോലും ഇത് ഈ TV മുഖേന ഏതെങ്കിലും ഒരിടത്ത് വെച്ച് കേൾക്കുകയും അത് അവരുടെ മനസ്സിൽ പതിയുകയും ആ ഉദ്യമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ കഴിഞ്ഞ വർഷം മാതാപിതാക്കളുടെയും മക്കളുടെയും പ്രശ്നങ്ങളെപ്പറ്റി ഗുജറാത്തിയിലും ഹിന്ദിയിലുമൊക്കെ 2 ഭാഷയിലുമുള്ള പ്രോഗ്രാംസ് TV-യിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട ശേഷം പലരും അവരുടെ മക്കളുടെ കാര്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, മക്കൾക്ക് മാതാപിതാക്കളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കെല്ലാം എൻ്റെ കൂടെ അവർ സംസാരിച്ച ശേഷം അവർക്ക് സൊല്യൂഷൻ ലഭിച്ചിരിക്കുന്നു. അതുപോലെ ഒരു സഹോദരി ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അവരുടെ ഭർത്താവ് ഏതോ ദുശ്ശീലത്തിനടിമയായി. എന്നിട്ട് അത് മുഖേനയുണ്ടായ രോഗം കാരണം അയാൾ മരിച്ചുപോയി. ആ സഹോദരിക്ക് ഏകദേശം 45-50 വയസ്സുണ്ടായിരിക്കും. 45-ന് മേലെ ഉണ്ടായിരിക്കില്ല എന്നാണ് തോന്നുന്നത്. ആ പ്രായത്തിലാണ് ഭർത്താവ് മരിച്ചത്. അവർക്കൊരു മകനുമുണ്ടായിരുന്നു. സോ ഇനി എന്ത് ചെയ്യും? അവരുടെ ഭർത്താവ് കുറേ പേർക്ക് പണം കടം കൊടുക്കാനുണ്ടായിരുന്ന സ്ഥിതിയിലാണ് മരിച്ചുപോയത്. ആ കടം വീട്ടേണ്ട ചുമതല ഭാര്യയ്ക്കായി. ആ സ്ത്രീ വളരെ സംസ്കാരമുള്ള നല്ല തറവാട്ടിൽ ജനിച്ചതാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ കടം മുഴുവനും അടച്ചു തീർക്കാൻ അവർ തയ്യാറായി. എന്നാൽ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. ഭർത്താവ് ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല, കടം മാത്രം ബാക്കി. ഇനി എങ്ങനെയാണ് മകനെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുക, എങ്ങനെയാണ് വളർത്തുക, എങ്ങനെയാണ് കടം എങ്ങനെ അടച്ചു തീർക്കും? സോ അവർ പറഞ്ഞു, ആദ്യം ഞാൻ കടം അടച്ചു തീർക്കട്ടെ എന്ന്. എന്നിട്ട് അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അത് ആർക്കോ വിറ്റു. അതിൽ നിന്ന് കിട്ടിയ പണം മുഴുവനും അവർ കടക്കാർക്ക് കൊടുത്തു തീർത്തു. അവർക്ക് താമസിക്കാൻ വീടില്ലായിരുന്നു, ആഹാരം കഴിക്കാൻ പണമില്ലായിരുന്നു. അവരുടെ മകൻ ഇവയെല്ലാം കാണുന്നുണ്ടായിരുന്നു. പിതാവിൻ്റെ ദുശ്ശീലങ്ങളും അവൻ കണ്ടു. കൂടാതെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അവരുടെ മകന് പഠിക്കാൻ തീരെ ഉത്സാഹമില്ലാതെയായി. ഒടുവിൽ അവൻ പഠിപ്പ് ഉപേക്ഷിച്ചു. സ്കൂളിലേക്ക് പോവാൻ തന്നെ അവന് ഇഷ്ടമല്ല. അച്ഛൻ മരിച്ചുപോയി, അമ്മ പറഞ്ഞാൽ കേൾക്കുകയുമില്ല. പാവം ആ മാതാവ് മകനെയും കൊണ്ട് ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ കണ്ട് വീട്ടിൽ സഹായം തേടി. എന്നാലും അവൻ്റെ പഠിപ്പ് തുടരാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് അവനെ ഇനിയുള്ള കാലം പോറ്റി വളർത്തുക എന്നത് അവർക്കൊരു വലിയ ചോദ്യചിഹ്നമായി മാറി. പിന്നീട് അവർ കരുതി ഏതെങ്കിലും ഒരു നല്ല തറവാട്ടിൽ ആഹാരം പാചകം ചെയ്തു കൊടുത്താൽ താമസിക്കാൻ ഒരു സ്ഥലം കിട്ടും, അതുപോലെ കഴിക്കാൻ ആഹാരവും കിട്ടും. അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് മകൻ്റെ വിദ്യാഭ്യാസവും നടത്താമെന്ന്. മകനെ ഹോസ്റ്റലിൽ ചേർക്കാം. ഇങ്ങനെ ഏർപ്പാട് ചെയ്തതിന് ശേഷം അവരുടെ മകൻ എന്തായി? തീരെ പഠിക്കാതെയായി. മാത്രമല്ല അവൻ ഒരു മോശമായ കൂട്ടുകെട്ടിൽ അകപ്പെടുകയും ചെയ്തു. മോശമായ കൂട്ടുകാർ കാരണം അവൻ വലിയൊരു ക്രിമിനലായി മാറി. കൂടാതെ ഗുണ്ടകളുടെ സംഘത്തിൽ ചെന്ന് കുടുങ്ങി. അത് കാരണം അവനെ പിടികൂടാനായി പോലീസ് തേടിക്കൊണ്ടേയിരുന്നു. അവൻ മോഷണങ്ങളും മറ്റ് ചില ക്രൈംസും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പാവം മാതാവ് മകൻ്റെ ഒരു വിവരവും അറിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വല്ലാതെ പരിഭ്രമിച്ചു കൊണ്ടിരുന്നു. അവർ ആഹാരം പാചകം ചെയ്തു കൊടുക്കുന്ന വീട്ടിൽ അവരെ വളരെയധികം തിരസ്കരിക്കുകയും ശകാരിക്കുകയും പലപ്പോഴും തെറി പറയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് തോന്നി,
ഞാൻ എത്ര നല്ല തറവാട്ടിൽ ജനിച്ചതാണ്, എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയാണ് ജീവിക്കുക? മകനെ പറ്റി അവർക്ക് ഒരു വിവരവും ഇല്ലായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നവർക്ക് തോന്നാൻ തുടങ്ങി. ഇതിനേക്കാൾ നല്ലത് ഞാൻ ആത്മഹത്യ ചെയ്യുകയല്ലേ എന്ന്. അങ്ങനെ ഒരു ദിവസം അവരുടെ മുതലാളി അമ്മ അവരെ ഭയങ്കരമായി വഴക്ക് പറഞ്ഞു, അവരെക്കുറിച്ച് കള്ളം പറഞ്ഞു. നീ ആരും കാണാതെ ഫ്രിഡ്ജിൽ നിന്ന് പഴങ്ങൾ മോഷ്ടിച്ച് തിന്നുകയാണ് എന്ന് പറഞ്ഞു. അവരുടെ ആഹാരം മോഷ്ടിച്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറ്റം ചുമത്തിയപ്പോൾ അവർക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ സാധിച്ചില്ല. തറവാട്ടിൽ ജനിച്ച ഒരു സ്ത്രീക്ക് ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്നതല്ല അല്ലേ? അവർക്ക് ഭയങ്കര ആഘാതമുണ്ടായി. അവരുടെ വികാരങ്ങൾ ഭയങ്കരമായി ക്ഷതമേൽക്കാനിടയായി. അവർ ജീവിക്കാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന് തോന്നി. അങ്ങനെ ഒരു ദിവസം അവർ തയ്യാറായി. വീട്ടിൽ ആരുമില്ലാത്ത ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അവർ കരുതി, ഇന്നേതായാലും ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കില്ല. ദേഹം മുഴുവനും കെറസിൻ ഒഴിച്ചുകൊണ്ട് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അവരതിന് സന്ദർഭം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏതോ ഒരു ജോലിക്കാരിയോ മറ്റോ ടി വി ഓൺ ചെയ്തപ്പോൾ എൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മാതാപിതാക്കളെയും മക്കളെയും കുറിച്ചുള്ള സന്ദേശം. അതിൽ ഞാൻ പറഞ്ഞു, മക്കൾ ഇങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എങ്ങനെയാണ് അതിനെ നാം നേരിടേണ്ടത് എന്ന്. മക്കൾ ഔട്ട്ലോസ് ആവുകയാണെങ്കിൽ, ക്രിമിനൽസ് ആവുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന എപ്പിസോഡായിരുന്നു ആത്മഹത്യാ ശ്രമം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ടെലികാസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടോ ടി വിയിൽ ഇത് കണ്ടപ്പോൾ, എൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ അവർക്ക് വളരെയധികം ആശ്വാസം തോന്നി, വളരെയധികം സമാധാനം തോന്നി. അവർക്ക് പ്രത്യാശയുടെ ഒരു ചെറിയ തുരുമ്പ് കിട്ടി. തീർച്ചയായും എനിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതെ പോവില്ല, എങ്ങനെയെങ്കിലും നിരുമയുടെ അടുത്ത് പോവും, എന്ത് സഹിക്കേണ്ടി വന്നാലും ശരി. ആ സമയത്ത് ഞാൻ അമേരിക്കയിലായിരുന്നു. എന്നാൽ അവർ ആത്മഹത്യ ചെയ്യണമെന്ന വിചാരം പോസ്റ്റ്പോൺ ചെയ്തു. എന്നിട്ട് അവർ എൻ്റെ വരവും കാത്ത് 2 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന ശേഷം മുംബൈയിലെത്തിയ ഉടനെ അവരെന്നെ കാണാൻ വന്നു. എന്നിട്ട് മനസ്സ് തുറന്ന് എല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവർക്ക് നല്ല ധൈര്യം നൽകി, പല മാർഗങ്ങളും ഉപദേശിച്ച് വഴികൾ പറഞ്ഞു കൊടുത്തു, ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ പറഞ്ഞു, ജ്ഞാനദീക്ഷയും നൽകി. അതോടുകൂടി അവരുടെ ഹൃദയത്തിനകത്ത് നിന്ന് ആത്മവിശ്വാസം പ്രകടമായി. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യേ അവർ ആനന്ദത്തോടെ ഇരുന്ന് വിമുക്തയായി. ഇങ്ങനെയും ചിലപ്പോഴൊക്കെ പലരും ആത്മഹത്യാശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതുപോലെ വേറൊരു സഹോദരൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ മകൾ ഏതോ ഒരു ഗുണ്ടയുടെ കൂടെ ഓടിപ്പോയി. 18 വയസ്സായിരുന്നു അവൾക്ക്. വീട്ടിൽ പയ്യൻ സമർത്ഥനായിരുന്നു, അവന് 28 വയസ്സുണ്ടായിരുന്നു. അവൻ മോശമായ സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിക്ക് ഇത് അറിയില്ലായിരുന്നു. അവൾ ഭയങ്കര നിഷ്കളങ്കയായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ആരെങ്കിലും ഫിലിമിലെ ഹീറോസിനെ പോലെ അഭിനയിച്ചാൽ അതിൽ കുടുങ്ങിപ്പോകുന്നു. പെൺകുട്ടികളും ഇങ്ങനെ അഭിനയിക്കും, അതിൽ നല്ല ആൺകുട്ടികളും കുടുങ്ങാറുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയും കുടുങ്ങി. നല്ല തറവാട്ടിലെ കുട്ടിയാണ്, സംസ്കാരമുള്ള, വളരെയധികം ധാർമ്മിക കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു പണക്കാര കുടുംബത്തിലെ ആയിരുന്നു അവൾ. അതേസമയം ഈ പയ്യൻ ഒരിക്കലും അവൾക്ക് യോജിച്ച ഒരു പയ്യനല്ലായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഷോക്കായി, മനോവേദനയുണ്ടായി. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പുന്നാര മകൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തത്? ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ ഓടിപ്പോയില്ലേ? എന്നിട്ട് ആ പയ്യനെ കല്യാണം കഴിച്ചില്ലേ? എന്തിനാണ് അവളിങ്ങനെ ചെയ്തത്? എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോക്ക് തന്നത്? അവർക്കിത് സഹിക്കാൻ സാധിച്ചില്ല. അവളുടെ അച്ഛന് ഭയങ്കര മനോവേദനയുണ്ടായി. അയാൾ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ മരിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആ പയ്യനെ ഞാൻ ഷൂട്ട് ചെയ്യും, അവനെ കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായും ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. അത്രയും കൊലവെറിയുണ്ടായിരുന്നു. ആ സമയത്താണ് ടി വിയിൽ എൻ്റെ അതേ പ്രോഗ്രാം, മക്കൾക്കും മാതാപിതാക്കൾക്കും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ എപ്പിസോഡ് ഇതായിരുന്നു: നിങ്ങളുടെ മകൾ ഏതെങ്കിലും തെറ്റായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ, ആരുടെയെങ്കിലും കൂടെ അർദ്ധരാത്രി ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ എങ്ങനെയാണ് അവളെ വിമോചിപ്പിക്കുക, എങ്ങനെയാണ് അവൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്നതായിരുന്നു അന്നത്തെ ഉപദേശം. അത് അയാൾ കേൾക്കാനിടയായി. അത് കേട്ടപ്പോൾ അയാൾക്ക് തോന്നി, ഇല്ല, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ എങ്ങനെയെങ്കിലും നിരുമയെ കാണും, അതിനുശേഷമേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കൂ, അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഞാനിനി പ്രവർത്തിക്കൂ എന്ന്. പിന്നീട് അയാൾ എന്നെ കാണാൻ വന്നു.
അയാൾ മാത്രമല്ല, അയാളുടെ കൂടെ ഭാര്യയും മകനും അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഒന്നിച്ച് എന്നെ കാണാൻ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്നു. ജ്ഞാനദീക്ഷ വാങ്ങിച്ച് ജീവിതം ധന്യമായി എന്ന് സന്തോഷിച്ചു. ഇപ്പോൾ അയാൾക്ക് മകളെപ്പറ്റി ദുഃഖമില്ല. മകൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അയാൾ വളരെ സ്നേഹത്തോടെ അവളെ സ്വീകരിച്ചിരിക്കുന്നു. അവളോട് പറഞ്ഞു, ഇത് നിന്റെ വീടാണ്, നിന്റെ ഇഷ്ടം പോലെ താമസിക്കാം, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവളോട് അയാൾ ഒരക്ഷരം പോലും പഴയ കാര്യത്തെക്കുറിച്ച് ചോദിച്ച് വിഷമിപ്പിച്ചില്ല. ഇങ്ങനെയും ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ എന്തെങ്കിലും ഒരാശ്രയം ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവർ പുറത്തേക്ക് കടന്നു വരുന്നു. സന്യാസിമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനികളും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് മനുഷ്യർക്ക് ദുഃഖത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരാനാവുക എന്ന്. കൂടാതെ അവർക്ക് ദുഃഖം സഹിക്കാനാവാതെ വന്നാൽ ആത്മഹത്യക്കുള്ള ശ്രമം നടത്തുന്നു. ഇതുപോലെയുള്ള ഭയങ്കരമായ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി പല ഉപദേശങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട്. ജ്ഞാനികളും സന്യാസിമാരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും അവർ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ എന്താണ് ഉണ്ടാവുകയെന്നാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ദുഃഖം സഹിക്കാനുള്ള ത്രാണി ഉണ്ടാവുന്നില്ല. അവർക്ക് വളരെ ദുഃഖമുണ്ടാവും, വളരെയധികം ദുഃഖിച്ചുകൊണ്ടിരിക്കും. അവരുടെ തലച്ചോറിൽ എപ്പോഴും ഇത് കുത്തിക്കൊണ്ടേയിരിക്കും, ഇല്ല, എന്നെക്കൊണ്ട് ഈ ദുഃഖം സഹിക്കാൻ സാധിക്കില്ല, എനിക്കിത് സഹിക്കാനേ സാധിക്കില്ല, ഇതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതായിരിക്കും, ഇതിനേക്കാൾ നല്ലത് മരണമാണ്. ഇങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട്, പല പ്രാവശ്യം വായ കൊണ്ട് പറഞ്ഞുകൊണ്ട് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉള്ളിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒടുവിൽ എന്താണ് ഉണ്ടാവുക? അവർക്ക് ഒരേ ഒരു വിചാരം മാത്രം അവശേഷിക്കും, എനിക്കിനി മരിച്ചാൽ മാത്രം മതി, എന്ത് നടന്നാലും ഇനി എനിക്ക് ജീവിക്കേണ്ട. ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടായ ശേഷം അവർ മരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു, ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുന്നു. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആർക്കെങ്കിലും അവരുടെ ജീവനെ സ്വയം ഇല്ലാതാക്കാൻ എങ്ങനെയാണ് മനസ്സ് വരിക? അത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അവരുടെ മാനസികാവസ്ഥ എന്തുമാത്രം ക്ഷതപ്പെട്ടിരിക്കും, ഇംബാലൻസ് ആയിരിക്കും. അവരുടെ മനസ്സ് എത്രത്തോളം ശിഥിലമായിട്ടുണ്ടാവും, അവരുടെ വികാരങ്ങൾക്ക് എന്തുമാത്രം ഭംഗം ഏർപ്പെട്ടിരിക്കും. അവർക്ക് എവിടെയും ജീവിക്കാനുള്ള ആശ്രയം ഉണ്ടായിരിക്കില്ല. അവരുടെ ഞാൻ, എൻ്റെ എന്ന ചിന്ത 4 ഭാഗത്തു നിന്നും മൊത്തത്തിൽ ശിഥിലമായിരിക്കും. എവിടെയും ആശ്രയം ഉണ്ടായിരിക്കില്ല. അവർക്ക് സ്വയം അവരെക്കുറിച്ച് തന്നെ വിശ്വാസം ഉണ്ടായിരിക്കില്ല. എനിക്ക് ജീവിക്കാൻ അർഹതയില്ല, എനിക്ക് യാതൊരു നന്മകളുമില്ല, പിന്നെ എന്തിന് ഞാൻ ജീവിക്കണം, എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെയും ഞാൻ ഇതുപോലെ ദുഃഖിപ്പിക്കുന്നു, ഈ ലോകത്ത് എനിക്ക് മറ്റാരും തന്നെ ആശ്രയമില്ല. അങ്ങനെ അവർക്ക് തോന്നാനിടയായാൽ ഒരിക്കലും അവർക്കൊരു അടിസ്ഥാനം ഉണ്ടാവാൻ പോകുന്നില്ല. അവരുടെ അടിസ്ഥാനം നഷ്ടപ്പെടുമ്പോഴാണ് അവർ ആത്മഹത്യയ്ക്കും മറ്റും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുക എന്നത് അവസാന പോംവഴി മാത്രമാണ്. എല്ലാവിധ പോംവഴികളും നഷ്ടപ്പെടുമ്പോഴേ ഈ പോംവഴി എടുക്കാവൂ. ഒരു സഹോദരൻ എന്നെ കാണാൻ വരാറുണ്ട്, ഇപ്പോൾ ഞങ്ങളോടൊത്ത് ജീവിക്കുന്നു. അദ്ദേഹത്തിന് വളരെ വലിയൊരു ശോകകഥയുണ്ട്. ജനുവരി മാസം 26 നമ്മുടെ നാട് സ്വതന്ത്രമായി. ആ ദിവസം നമുക്ക് ജനുവരി 26 ഒരു വശത്ത് സന്തോഷത്തിൻ്റെ ദിവസമാണ്, വേറൊരു വിധത്തിൽ ആ ദിവസം തന്നെയാണ് 2000 വർഷത്തിൽ ഗുജറാത്തിലെ കച്ചിലും സൗരാഷ്ട്രയിലും ഭയാനകമായ ഭൂകമ്പമുണ്ടായത്. അതിഭയാനകമായ ഭൂകമ്പമായിരുന്നു അത്. അന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ അതിൽ മരണപ്പെട്ടു, ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുപോയി എന്നും പറയപ്പെടുന്നു. യഥാർത്ഥ കണക്കാർക്കും അറിയില്ല. എന്നാൽ പല സംഖ്യകളും പറയുന്നുണ്ട് മൊത്തത്തിൽ വളരെയധികം ജീവഹാനി ഏർപ്പെടുകയുണ്ടായി. ലോകത്തിൽ ഒരിക്കലും ഇതുപോലൊരു വലിയ ഭൂകമ്പവും ജീവഹാനിയും ഇന്നേ വരെ മറ്റെവിടെയും ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ കുലുക്കം ഭൂമിക്ക്, ഭാരതത്തിൽ, അതും ഗുജറാത്തിന് സഹിക്കേണ്ടി വന്നു. അതിൽ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു ഗ്രാമം മുഴുവനും ഭൂമിക്കടിയിലേക്ക് മൊത്തത്തിൽ താണു പോവുകയുണ്ടായി. അതൊരു ചെറിയ ഗ്രാമമായിരുന്നാലും ധാരാളം ജനങ്ങൾ അതിൽ താമസിച്ചിരുന്നു. ഒരു വീട് പോലും അതിൽ രക്ഷപ്പെട്ടില്ല. 40,000 കുടുംബങ്ങൾ വസിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. ആ ഗ്രാമത്തിൽ
ഒരു വീട് പോലും യാതൊരു ഛേദവുമില്ലാതെ അവിടെ കാണാൻ സാധിച്ചില്ല. എല്ലാ വീടുകളും നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഭൂമിക്കടിയിലേക്ക് താണുപോയി. സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ആ ഗ്രാമം ഭൂമിക്കടിയിലേക്ക് താണു. അത്രയും വലിയൊരു ഭൂകമ്പമായിരുന്നു അത്. അതിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് എങ്ങനെ രക്ഷപ്പെടാനാവും? ധാരാളം ജനങ്ങൾ മരണപ്പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അത് ഏകദേശം 6 മാസത്തിന് ശേഷം നടന്ന സംഭവമാണ്. എനിക്ക് തോന്നുന്നു സംഭവത്തിന് ശേഷം 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യമാണെന്ന്. ഞങ്ങളുടെ മുംബൈയിലുള്ള പ്രേംപുരി ആശ്രമത്തിൽ അമ്മായിയമ്മയും മരുമകളും ഭർത്താവും ഈ ട്രയാങ്കിളിനെ കുറിച്ച് ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. സത്സംഗ കാര്യക്രമം നടന്നിരുന്നു മുംബൈയിൽ. ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിപാടിക്ക് ഒരു സഹോദരൻ വന്നിരുന്നു. അയാൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അയാൾ എന്നോട് പേഴ്സണൽ ടൈം ആവശ്യപ്പെട്ടു. എന്നിട്ട് അടുത്ത ദിവസവും വന്നു. അയാൾ തൻ്റെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ ആ ഗ്രാമത്തിലുള്ളവനാണ്. ആ സമയത്ത് ഭൂകമ്പം ഉണ്ടായ സമയത്ത് ആ ദിവസം യാദൃച്ഛികമായി ഞാൻ രാജ്കോട്ടിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിനായി പുറപ്പെട്ടു പോയതാണ്. അവിടെയായിരുന്നു. എന്നാൽ ഇവിടെ അതേസമയം രാവിലെ ഏകദേശം 9 മണിക്ക് ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അതിൽ എൻ്റെ ഭാര്യയും എൻ്റെ മകളും 2 പേരും വീടിനടിയിൽപ്പെട്ട് മരിച്ചു. എനിക്ക് ഒരു ഫേർണിച്ചർ കടയുണ്ടായിരുന്നു. ആ കട മുഴുവനും മണ്ണിനടിയിലായി. ഫേർണിച്ചറിൻ്റെ ഒരു മരം പോലും അവശേഷിച്ചില്ല. ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എല്ലാം നശിച്ചു കഴിഞ്ഞിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കായി. എൻ്റേതെന്ന് തന്നെ ഒന്നും ബാക്കിയില്ലായിരുന്നു. എനിക്ക് സ്വന്തമായി ആരുമില്ലായിരുന്നു. ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർ മുംബൈയിലായിരുന്നു താമസം. അല്ലാതെ എനിക്ക് മറ്റാരുമില്ലായിരുന്നു. സഹോദരി ഭർത്തൃഗൃഹത്തിലാണ്. ഞാൻ അവളെ എങ്ങനെ ആശ്രയിക്കും? എങ്ങനെ ചോദിക്കും? ഞാൻ അതീവ ദുഃഖിതനായി. ഗവൺമെൻറ് എനിക്ക് 50,000 രൂപ തന്നു. അതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് വളരെ ആവശ്യങ്ങളുണ്ടായിരുന്നു. തൽക്കാലം എനിക്ക് അത്രയേ കിട്ടിയുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കിട്ടിയതുമില്ല. അങ്ങനെ ഈ പണവും കൊണ്ട് ഞാൻ മാനസികമായി വളരെയധികം ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് വളരെ അകലെ ഒരു പുതിയ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഞാൻ ഗുജറാത്തിൽ നിന്ന് പണവും കൊണ്ട് പുറപ്പെട്ടു. ജമ്മുവിലേക്ക് പോയി. ജമ്മു കാശ്മീരിൽ മറ്റൊന്നുമില്ലാതെ ഞാൻ അവിടെ എത്തിച്ചേർന്നു. അവിടേക്കാണ് അയാൾ പോയത്. അവിടെ അയാൾ ആ പണം കൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചു. എന്നാൽ അവിടെയുള്ള ജനങ്ങൾ അയാളെ മണ്ടനാക്കി. അയാളുടെ പണം മോഷ്ടിച്ചു. എല്ലാ പണവും തീർന്നു. അയാളുടെ പക്കൽ പണമൊന്നും ബാക്കിയില്ലായിരുന്നു. ഭക്ഷണത്തിന് പോലും പണം ഉണ്ടായിരുന്നില്ല. ആരോ അയാൾക്ക് ടിക്കറ്റിന് പണം കൊടുത്തു. അതുകൊണ്ട് അയാൾ മുംബൈയിലേക്ക് തിരിച്ചു വന്നു. അയാളുടെ സഹോദരിയുടെ അടുത്തെത്തി. സഹോദരിയുടെ അടുത്ത് എത്ര ദിവസം താമസിക്കാനാവും? കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം അയാൾ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അയാൾ ഓരോ വീടുകളിലും കയറിറങ്ങി, ഓരോ കടകളിലും കയറിയിറങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്നെ സഹായിക്കൂ, എനിക്കൊരു ജോലി തരൂ. അയാൾ അവശനിലയിലായി. അയാൾക്ക് രോഗം ബാധിച്ചു. ശരീരവും ശോഷിച്ചു പോയി. ആസ്പത്രിയിൽ 10-12 ദിവസം അഡ്മിറ്റായി. എല്ലാവരും അയാൾക്ക് ടെമ്പററി സഹായങ്ങൾ നൽകി. എന്നാൽ പെർമനൻ്റ് അല്ലായിരുന്നു. ഒരു സഹായം കിട്ടിയ ശേഷം ഇനി എന്താ, എവിടെ പോവും? അയാളുടെ കയ്യിൽ ഒരൊറ്റ പൈസ പോലും ഇല്ലായിരുന്നു. ഒരു ദിവസം അയാൾ ഭയങ്കര അവശനിലയിലായി. അയാൾ അമ്പലത്തിലേക്ക് പോയി ഭഗവാന്റെ മുന്നിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഭഗവാനെ, അങ്ങ് യഥാർത്ഥമാണെങ്കിൽ എൻ്റെ സ്ഥിതി നോക്ക്, എനിക്ക് എന്തെങ്കിലും ഒരാശ്രയം തരണേ. എന്നാൽ യാതൊരു സഹായവും കിട്ടിയില്ല. ഒരു ദിവസം മനപ്രയാസം കാരണം അയാൾ തീരുമാനിച്ചു, ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന്. പലതവണ 1000 പ്രാവശ്യം അയാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന വിചാരമുണ്ടായി. ഒരു ദിവസം അയാൾ തീരുമാനിച്ചുറച്ചു, ഇന്ന് എന്തു വന്നാലും ഞാൻ ജീവിക്കാൻ പോകുന്നില്ല. മുംബൈയിൽ ഏറ്റവും എളുപ്പം ആത്മഹത്യ ചെയ്യാനുള്ള പല മാർഗങ്ങളും ഉണ്ട്. ലോക്കൽ ട്രെയിനിൻ്റെ അടിയിലേക്ക് ചാടിയാൽ മതി. 1 സെക്കൻഡിൽ നിങ്ങളുടെ ശരീരം ശിഥിലമായിക്കൊള്ളും. അയാൾ അതിന് തയ്യാറായി. അയാൾ അപ്പോൾ ചൗപ്പാട്ടിയിലായിരുന്നു. വളരെ ആവേശത്തോടെ അയാൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കയറിയിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോൾ ബാബുലാൽ മന്ദിർ വന്നു. ശിവൻ്റെ അമ്പലമായിരുന്നു. അവിടെ ചെന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്ക് ശക്തി തരണേ. ഇന്നെൻ്റെ അവസാന ദിവസമാണ്. മരണശേഷം ഞാൻ നല്ല ഗതിയിലേക്ക് പോവാൻ എന്നെ അനുഗ്രഹിക്കണേ. അതിനുള്ളിൽ അവിടെ ഒരു സേട്ട് വന്നിരുന്നു. അയാൾ പൂജ ചെയ്തുകൊണ്ടിരുന്നു.
പൂജ ചെയ്ത് കഴിഞ്ഞ ശേഷം അയാൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ബാബലാഗ് മന്ദിരത്തിൽ നിന്ന് ഇയാൾ അയാളുടെ അടുത്ത് ചെന്ന് അയാളുടെ കാല് പിടിച്ചു പറഞ്ഞു, എന്നെ സഹായിക്കണം, ഒരു ജോലി തരണം, എന്ത് ജോലിയായാലും ഞാൻ നന്നായി അധ്വാനിക്കാം, ഞാൻ ഇതുവരെ ഭിക്ഷ എടുത്തിട്ടില്ല, എനിക്ക് ഭിക്ഷ എടുക്കാൻ ആഗ്രഹമില്ല, എനിക്കൊരു ജോലി തരണം. യാദൃച്ഛികമായി ആ സേട്ടിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത് ഇതാണ്, നോക്കു മോനെ, എൻ്റെ അടുത്ത് തരാൻ ജോലിയൊന്നുമില്ല, ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഭഗവാൻ, ദാദാ ഭഗവാൻ നിന്നെ സഹായിക്കും. എന്ത് കാരണത്താലാണ് അയാൾ ദാദാ ഭഗവാനെ പറ്റി പറഞ്ഞത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല, ഈ മനുഷ്യനും അതിനെക്കുറിച്ച് അറിയില്ല. അതായത് ഈ മനുഷ്യനും അറിയില്ലായിരുന്നു ആരാണ് ഈ ദാദാ ഭഗവാൻ, ഏത് ഭഗവാനെ പറ്റിയാണ് ഇയാൾ പറയുന്നത് എന്ന്. അതിനുശേഷം ആ സേട്ട് പോയി, ഇയാളും അവിടെ നിന്ന് നടന്നു. അയാൾ പുറപ്പെട്ടു. റെയിൽവേ പാളത്തിൽ ആത്മഹത്യ ചെയ്യാനാവുമോ എന്ന് തേടി നടന്നുകൊണ്ടിരുന്നു. അയാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വഴിയിൽ പ്രേംപുരി ആശ്രമമുണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുകയായിരുന്നു. താഴെ വലിയൊരു ബാനർ കെട്ടിയിട്ടുണ്ടായിരുന്നു, ദാദാ ഭഗവാന്റെ അനുഗ്രഹം നേടിയ നിരുമാബഹൻ്റെ സത്സംഗ പരിപാടി നടക്കുകയാണ് എന്ന്. അപ്പോൾ പെട്ടെന്ന് അയാളുടെ ബുദ്ധിയിൽ അത് സ്ട്രൈക്കായി, ആ സേട്ട് എന്നോട് പറഞ്ഞ ഭഗവാനും ഇവിടെ എഴുതിയിരിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെയാണല്ലോ എന്ന്. ഇദ്ദേഹം തീർച്ചയായും ഒരു വലിയ സന്യാസിയോ മറ്റോ ആയിരിക്കണം. എന്നാൽ ഒന്ന് മുകളിൽ പോയി ദർശനം ചെയ്തിട്ട് വരാം. മരിക്കുന്നതിന് മുൻപ് ഭഗവാനെ ദർശനം ചെയ്ത് കഴിഞ്ഞു, ഇനി ജീവനോടെ ഇരിക്കുന്ന ജ്ഞാനിയെ ദർശനം ചെയ്യാം. എങ്കിൽ എൻ്റെ മരണശേഷം എനിക്ക് നല്ല ഗതി പ്രാപിക്കാനാവും, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ മോക്ഷഗതിയിലേക്ക് പോവാനാവും. അദ്ദേഹം ചോദിച്ചു, മുകളിലേക്ക് പോകാനാവുമോ എന്ന്. ഫീസ് എന്തെങ്കിലും കൊടുക്കണോ? ഫീസ് കൊടുക്കാൻ എൻ്റെ അടുത്ത് പണമൊന്നുമില്ല. താഴെ എൻക്വയറിയിൽ പറഞ്ഞു, അതിന് ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇവിടെ നിങ്ങളിൽ നിന്ന് ആരും ഒന്നും വാങ്ങിക്കില്ല, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോവാം എന്ന്. അയാൾ ധൈര്യത്തോടെ മുകളിൽ വന്നിരുന്നു, പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ മനസ്സിൽ വളരെ സമാധാനം തോന്നി. എന്നിട്ട് പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷം പ്രോഗ്രാമിൻ്റെ അനൗൺസർ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പേഴ്സണലി ഡോക്ടർ നിരുമാബഹനെ കാണാം. മുംബൈയിലെ അവരുടെ കോൺടാക്ട് നമ്പറുണ്ട്, ഫോൺ നമ്പറുണ്ട്, 4137-616. അഹമ്മദാബാദിലും ഫോൺ നമ്പറുണ്ട്, 754-040, പിന്നെ 3979. എൻ്റെ നമ്പർ പോലും എനിക്ക് ഓർമ്മയില്ല. അയാൾ ഇതെല്ലാം അനൗൺസ് ചെയ്തു. ആ സഹോദരൻ അപ്പോൾ തോന്നി, ഞാൻ ഇവരെ ചെന്ന് കാണും. അന്നത്തേക്ക് അയാൾ ആത്മഹത്യ ചെയ്യണമെന്ന പരിപാടി പോസ്റ്റ്പോൺ ചെയ്തു. എന്നിട്ട് അയാൾ എന്നെ തേടി ദാദറിലേക്ക് വന്നു. ഫോൺ ചെയ്തിട്ട് വന്നു. 4137-616 ഫോൺ ചെയ്ത് വന്ന ശേഷം അയാൾക്ക് എന്തുകൊണ്ടോ വളരെ അധികം സന്തോഷം തോന്നി. അയാൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പോംവഴി തരണം. ഞാൻ പറഞ്ഞു, ശരി, ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരൂ. സ്ഥലം ശരിക്കും ഒരു ദർബാറാണ്, ദാദാ ഭഗവാന്റെ ദർബാറാണ്, നിങ്ങൾ വരൂ, എല്ലാ കാര്യങ്ങളും ശരിയാവും. അയാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എല്ലാ ജനങ്ങളുടെയും കൂടെ ജീവിക്കുന്നു, ധാരാളം ജനങ്ങളോട് കൂടെ അയാളും താമസിക്കുന്നു. അയാളെ കൊണ്ട് കഴിയുന്ന സേവ ഞങ്ങൾക്ക് ചെയ്യുന്നു. അങ്ങനെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കും സന്തോഷമുണ്ട്, ഞാൻ ഒരാളെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന്. ഇതിൽ ഇത്തരം സത്സംഗ പരിപാടികൾ ഇവയെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും ഇതുപോലെ ആത്മഹത്യാ പ്രേരണ തോന്നുകയാണെങ്കിൽ ഒരു പ്രാവശ്യം എന്നെ വന്ന് കാണൂ, എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ ഫോൺ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനാവും. ഒരു പ്രാവശ്യം എന്നെ വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ജയ് സച്ചിദാനന്ദ.